ഇറാനിൽ ശക്തമായ ആക്രമണം തുടർന്ന് അമേരിക്ക ഇറാന്റെ തെക്കൻ തീരത്തടക്കം വിവിധ നഗരങ്ങളിൽ അമേരിക്ക വ്യോമാക്രമണം നടത്തി. ആക്രമണങ്ങളിൽ ഒരാൾ കൊല്ലപ്പെട്ടു. ഹോർമുസിൽ കപ്പലുകൾക്ക് നേരെ ഇറാൻ ആക്രമണം തുടർന്നാൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ആന്റണി ജിസ്റ്റോർജുണ്ട് വിവരങ്ങളുമായി. ആന്റണി, എന്തായാലും ഇറാനിൽ ശക്തമായ ആക്രമണത്തിലേക്കാണ് അമേരിക്ക കടക്കുന്നത്. ഇനി എന്താണ് അമേരിക്ക ലക്ഷ്യം വെക്കുന്നത്? വീണ്ടും പശ്ചിമേഷ്യ സംഘർഷഭരിതമാവുകയാണ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യം. ഹോർമൂസിൽ ഈ ഒരു വെടിനിർത്തൽ കരാർ വന്നു. ഇരു രാജ്യങ്ങളും സമാധാനത്തിലേക്ക് നീങ്ങി. ഹോർമൂസിൽ ഗതാഗതം സാധാരണ നിലയിലേക്ക് എത്തി. കപ്പലുകൾ പോകുന്നൊരു സാഹചര്യമുണ്ടായി. അതിനിടയിൽ ഒമാൻ തീരത്തോടുകൂടി കടന്നുപോയ കപ്പലുകൾക്ക് നേരെ ഇറാന്റെ ആക്രമണം ഉണ്ടാകുന്നു. അതിന് തിരിച്ചടിയായി അമേരിക്ക ഇറാന്റെ വിവിധ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തുന്നു. ഏതായാലും ഇന്നലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ വെടിനിർത്തൽ കരാർ അവസാനിച്ചതായി പ്രഖ്യാപിക്കുന്നു. ഏതായാലും അതിന് പിന്നാലെ ശക്തമായ ആക്രമണമാണ് ഇറാനിൽ ഉണ്ടായിട്ടുള്ളത്. പ്രധാനപ്പെട്ട എല്ലാ നഗരങ്ങൾ കേന്ദ്രീകരിച്ചും ഇന്ന് ആക്രമണം ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഈ ആക്രമണത്തിൽ ഇറാൻ ഷഹർ നഗരത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടതായി എന്നുള്ള വിവരങ്ങളും ഉണ്ട്. ഈ തുറമുഖ നഗരങ്ങളടക്കം കേന്ദ്രീകരിച്ചുള്ള ഒരു ആക്രമണമാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതേസമയം അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതിന് ശക്തമായ തിരിച്ചടി ഇറാനും ഇപ്പോൾ നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുവൈറ്റ്, ബഹ്റൈൻ അടക്കമുള്ള ഈ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഇടങ്ങളിലേക്കെല്ലാം ഇറാന്റെ വ്യോമാക്രമണം ഇപ്പോൾ നടക്കുന്നു, അല്ലെങ്കിൽ ഇറാൻ വ്യോമാക്രമണം നടത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അടിക്ക് തിരിച്ചടി എന്ന നിലയിൽ തന്നെ കാര്യങ്ങൾ പോവുകയാണ്. ഡൊണാൾഡ് ട്രംപ് നേരത്തെ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത് ഇനിയിപ്പോൾ ചർച്ചയില്ല എന്നുള്ളതാണ്. ഏതായാലും ഈ തിരിച്ചടി സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ട്രംപ്. ഇനി ഹോർമൂസിൽ കപ്പലുകൾക്ക് നേരെ ഇറാന്റെ ആക്രമണം ഉണ്ടായാൽ ഇപ്പോൾ കാണുന്നതായിരിക്കില്ല. ഇതിൻ്റെ 20 ഇരട്ടി ശക്തിയിൽ തിരിച്ചടിക്കുമെന്നാണ് ട്രംപ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ അതിനുള്ള മറുപടി നൽകും. വാക്കുകൾ കൊണ്ടല്ല, പ്രവൃത്തി കൊണ്ട് മറുപടി നൽകുമെന്നുള്ള കാര്യമാണ് ഇറാനും വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ഇരു രാജ്യങ്ങളും ഈ ആക്രമണം കടുപ്പിച്ചതോടുകൂടി വീണ്ടും പശ്ചിമേഷ്യ സംഘർഷഭരിതമാവുകയാണ്. ക്രൂഡ് ഓയിലിൻ്റെ വില അടക്കം വീണ്ടും ഉയരുന്നൊരു സാഹചര്യമുണ്ടായി. ഈ കരാറിന് പിന്നാലെ ക്രൂഡ് ഓയിൽ വില താഴേക്ക് പോയിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ വീണ്ടും ഈ ക്രൂഡ് ഓയിൽ വിലയടക്കം, ബ്രെന്റ് ക്രൂഡ് ഓയിലിൻ്റെ വിലയടക്കം ഉയരുന്നൊരു സാഹചര്യമാണ് ഉള്ളത്. ഇനിയിപ്പോൾ ഹോർമൂസ് അടയ്ക്കുന്നൊരു സാഹചര്യം ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായാൽ അത് യുദ്ധത്തിന് മുമ്പുള്ള നിലയിലേക്ക്, ഈ കരാറിന് മുമ്പുള്ള നിലയിലേക്ക് മാറുകയും ചെയ്യും. അത് ലോകത്ത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുകയും ചെയ്യും. ഏതായാലും ഈ ശക്തമായ ആക്രമണം ഇറാനിൽ അമേരിക്ക നടത്തുമ്പോൾ ഈ ഇറാനും തിരിച്ച് ഗൾഫ് രാജ്യങ്ങളെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുകയാണ്. ശരി, വ്യക്തമാണ്. ആന്റണി ജിസ്റ്റോർജാണ് വിവരങ്ങൾ നൽകിയത്.